എൻ്റെ പേര് സുഹൈബ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ദിൽന, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അശ്വതി, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എൻ്റെ പേര് അപർണ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ശ്രീരാജു, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കോട്ടയം പ്ലസ് അക്കാദമിയിലാണ് പഠിച്ചത്. ഓഫ്ലൈനായിട്ടായിരുന്നു ക്ലാസ് ചെയ്തത്. ഞാൻ ഓൾറെഡി JNM ആയിട്ട് ഷാർജയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ അന്നും ബ്ലിസ്സിലായിരുന്നു MOH എടുത്തത്. പിന്നെ പോസ്റ്റ് ബേസിക് എടുത്ത് രണ്ടാമത് MOH എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പ്ലസ് അക്കാദമി ചൂസ് ചെയ്യുമായിരുന്നു. ഇവിടുത്തെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ്. മിസ്സായാലും ഇവിടുത്തെ ബാക്കി സ്റ്റാഫ്സ് ആയാലും അലക്സാറായാലും എല്ലാം വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു ബേർഡനായിട്ടൊരു കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് ആയാലും ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് മിസ്സായാലും സാറായാലും ബാക്കിയുള്ള സ്റ്റാഫ്സ് ആയാലും എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ആരെങ്കിലും എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ പോലും ഒട്ടും ചിന്തിക്കാതെ തന്നെ ഞാൻ ബ്ലസ്സിനെ സജസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ബ്ലസ് അക്കാദമിയിൽ വന്നത്. ഞാൻ ഓൺലൈനായിട്ട് 1 മാസം പഠിച്ചു. അതിനുശേഷം ഓഫ്ലൈനായിട്ട് 10 days ക്രാഷ് കോഴ്സിന് വന്നു. ഞാൻ UAE MOH എഴുതി എക്സാം പാസ്സാവുകയും ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അതിനുശേഷം വിത്തിൻ ഡേയ്സിനുള്ളിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും എനിക്ക് വിസ വരികയും ചെയ്തു. ഞാനൊരു റീസെൻറ്റ് MOH വിന്നറാണ്. കോട്ടയം പ്ലസ് അക്കാദമിയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് കോട്ടയം പ്ലസ് അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത്. 30 days ഓൺലൈൻ ക്ലാസ് ആയും 10 days ക്രാഷ് കോഴ്സായും ഞാൻ പഠിച്ചു. പെട്ടെന്ന് തന്നെ എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക് കിട്ടി. ഞാൻ എക്സാം എഴുതി പാസ്സായി. ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം MOH വിന്നറാണ്. ഞാനിപ്പോൾ ഒരു ഫ്രഷറാണ്. റീസെൻ്റ്ലി 2024 പാസ് ഔട്ട് ആയ ബാച്ചാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ കോട്ടയം പ്ലസ് അക്കാദമിയിലാണ് പഠിച്ചത്. 1 month ഞാൻ ഓൺലൈൻ ക്ലാസ് ആയും പിന്നെ ഓഫ്ലൈൻ ആയാണ് ഞാൻ പഠിച്ചത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഡിഫ്ലെക്സിലാണെങ്കിലും MOHൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 85 to 95% ഞാനിവിടെ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാഡം ആയാലും അതുപോലെ തന്നെ സ്റ്റാഫ്സ് ആയാലും സാറാണെങ്കിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളി പഠിക്കേണ്ട രീതിയിലൊന്നുമല്ല, നമ്മൾ ഫ്രണ്ട്ലി രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ MOH പാസ്സാവുന്ന ഒരു അക്കാദമിയാണ് പ്ലസ് അക്കാദമി. ഞാൻ റീസെൻ്റ് MOH വിന്നറാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഫുള്ളായിട്ട് നമ്മൾ തിയറി ഫുള്ള് പഠിച്ച് പോകുകയോ അതൊന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഇവിടെ തരുന്നത്. നമ്മൾ കൂടുതൽ പഠിക്കുന്തോറും നമുക്കത് സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എല്ലാ സ്റ്റാഫുകളാണെങ്കിലും എല്ലാം ഫ്രണ്ട്ലിയാണ്. നമുക്ക് വിത്തിൻ 1 month നമുക്ക് ഡേറ്റ് എടുക്കാനുള്ള കോൺഫിഡൻസും എഴുതാനുള്ള ഇത് കിട്ടും.